الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له خصنا بخير كتاب أنزل وأكرمنا بخير نبي أرسل وجعلنا خير أمة أخرجت للناس نأمر بالمعروف وننهى عن المنكر ونؤمن بالله وأشهد أن سيدنا وحبيبنا وأسوتنا وقائدنا محمدا عبده ورسوله أدى الأمانة وبلغ الرسالة ونصح الأمة وتركنا على المحجة البيضاء ليلها كنهارها لا يزيغ عنها إلا هالك اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا صدق الله العلي العظيم إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാന്യരായ സത്യവിശ്വാസികളെ ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ച് അവന്റെ വിധിവിലക്കുകൾക്ക് വിധേയമായി മുത്തഖികളായി ജീവിക്കുവാൻ ശ്രമിക്കണമെന്നോ ആദ്യമായി ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സത്യവിശ്വാസികളും സത്യനിഷേധികളും സ്വർഗാവകാശികളും നരകാവകാശികളും ഒരിക്കലും തുല്യരാവുകയില്ല. സ്വർഗാവകാശികൾ അത്ര വിജയം വരിച്ചവർ, സ്വർഗത്തിന് അർഹത നേടുന്ന വിജയികളായ ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചക പ്രകീർത്തനങ്ങളാലും അനുസ്മരണ പ്രഭാഷണങ്ങളാലും ശബ്ദമുഖരിതമായ ഒരു ചുറ്റുപാടിലാണ് നമ്മളൊക്കെ ഉള്ളത്. ശരിയായതോ അല്ലാത്തതോ ആയ രൂപത്തിൽ ഹുബ്ബുൻ നബി അഥവാ പ്രവാചക സ്നേഹവും ആരൊക്കെയോ പഠിപ്പിച്ച ഇഷ്കെ റസൂൽ പ്രവാചക പ്രേമവുമെല്ലാം പ്രത്യേക രൂപഭാവങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണിത്. പലപ്പോഴും അല്ലാഹുവിന്റെ റസൂലായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന അവസ്ഥ വിട്ട് അഥവാ റസൂലുള്ള എന്ന അവസ്ഥ വിട്ട് അത്ഭുത സിദ്ധികളുടെ ഉടമയായ ആമിനയുടെയും അബ്ദുള്ളയുടെയും മകൻ എന്ന രൂപത്തിലുള്ള ഒരു വ്യക്തിത്വത്തെ സംബന്ധിച്ച് പലപ്പോഴും പലരും വാചാലമാകാറുണ്ട്. അതിനിടയിൽ പക്ഷേ അറിഞ്ഞോ അറിയാതെയോ ഈമാനം ബിർ റസൂൽ, അല്ലാഹുവിന്റെ റസൂലിലുള്ള വിശ്വാസം, ഇത്തിബാഉർ റസൂൽ, ആ പ്രവാചകനെ അനുധാവനം ചെയ്യൽ, ഇതാഅത്തുർ റസൂൽ, ആ പ്രവാചകനെ അനുസരിക്കൽ, ഇതെല്ലാം അവഗണിക്കപ്പെട്ടു പോകുന്നുണ്ട് എന്നതൊരു വസ്തുതയാണ്. ഇത്തരമൊരു വേളയിൽ ആ പ്രവാചക പ്രഭുവിന്റെ ജീവിതവുമായി അല്ലെങ്കിൽ അവിടുത്തെ വ്യക്തിത്വവുമായി നമുക്കുണ്ടാകേണ്ടുന്ന ബന്ധവും സ്നേഹവും എவ்விதമായിരിക്കണമെന്ന അന്വേഷണത്തിന് തീർച്ചയായും പ്രസക്തിയുണ്ട്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമ്മുടെ ജീവിതത്തിലുള്ള സ്ഥാനവും സ്വാധീനവും അത് മനസ്സിലറിഞ്ഞ് അംഗീകരിച്ച് പ്രഖ്യാപിക്കുക എന്നത് നമ്മുടെ സത്യസാക്ഷ്യ പ്രഖ്യാപനത്തിന്റെ അവിഭാജ്യമായ ഘടകമാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിനോടൊപ്പം വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുഹമ്മദ് അല്ലാഹുവിന്റെ ദൂതനാണ് എന്നുകൂടി ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന ആ ഒരു ഭാഗം കൂടി അതിനോട് ചേരുമ്പോഴാണ് ഒരാളുടെ ഇസ്ലാമിക ജീവിതം ആരംഭിക്കുന്നതും ഒരു മനുഷ്യൻ യഥാർത്ഥ വിശ്വാസിയായിട്ട് മാറുന്നതും. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന പ്രഖ്യാപനം അർത്ഥപൂർണമാകണമെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അല്ലാഹുവിന്റെ റസൂലിലുള്ള വിശ്വാസം, ഈമാൻ, അതുപോലെ തന്നെ ആ പ്രവാചകനോടുള്ള സ്നേഹം അഥവാ ഹുബ്ബ്, ആ പ്രവാചകനെ പിന്തുടരൽ അഥവാ ഇത്തിബാഅ്, ആ പ്രവാചകന്റെ കൽപ്പനകൾ അനുസരിക്കൽ അഥവാ ഇത്വാഅത്ത്, അതോടൊപ്പം ആ പ്രവാചകന്റെ കൽപ്പനകൾക്ക് മുമ്പിൽ തലകുനിക്കൽ, തസ്ലീം, ഈ പറഞ്ഞ ഘടകങ്ങളെല്ലാം അതിനോട് ചേർന്ന് വരേണ്ടതുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ ജീവനേക്കാൾ നമുക്ക് വേണ്ടപ്പെട്ടവനും നമ്മുടെ കാര്യത്തിൽ നമ്മേക്കാൾ അധികാരമുള്ളവനുമാണ് അല്ലെങ്കിൽ ആയിരിക്കണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മുടെ ഉറ്റമിത്രമായി, നമ്മുടെ നേതാവായി, നായകനായി, വഴികാട്ടിയായി കാണുവാൻ, സ്വന്തം ജീവിതത്തെക്കാളും ജീവനേക്കാളും ആ പ്രവാചകനും പ്രവാചകന്റെ കൽപ്പനകൾക്കും പ്രാധാന്യം കൽപ്പിക്കുവാനും, സ്വജീവൻ ബലികടിക്കേണ്ടി വന്നാൽ ബലികടിച്ചും ആ പ്രവാചകനിലുള്ള വിശ്വാസം കാത്തു സൂക്ഷിക്കുവാൻ, ആ വിശ്വാസത്തോടുള്ള കൂറും പ്രതിബദ്ധതയും നിലനിർത്തുവാൻ തയ്യാറാകേണ്ടുന്ന ഒരു വിധാനത്തിലേക്ക് ഉയർന്നു നിൽക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. കാരണം ആ പ്രവാചകനുമായിട്ട് നമുക്കുണ്ടാകേണ്ടത് ഉള്ളത് ആ രൂപത്തിലുള്ള ബന്ധമാണ്. അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹി, പ്രവാചകൻ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ സ്വന്തം ജീവനേക്കാൾ, അവരുടെ സ്വന്തം ശരീരത്തെക്കാൾ വേണ്ടപ്പെട്ടവനും പ്രിയപ്പെട്ടവനും ഉറ്റവനുമാണ് എന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഏതൊരു കാര്യത്തിലും ഓരോ സത്യവിശ്വാസിയും നിർബന്ധമായും പാലിക്കേണ്ടുന്ന മര്യാദയായും നിലപാടായും ഇക്കാര്യം വിശുദ്ധ ഖുർആൻ ഊന്നിപ്പറയുകയും അതിനെതിരായ നിലപാടാണ് ഒരാൾ കൈക്കൊള്ളുന്നത് എങ്കിൽ അയാളുടെ വഴികേടിന് വലാലത്തിന് അത് നിമിത്തമായി തീരുമെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് വിശുദ്ധ ഖുർആൻ. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖളല്ലാഹു വറസൂലുഹു അൻ യകൂന ലഹുൽ ഖിയറതു മിൻ അംരിഹി. അല്ലാഹുവും അവന്റെ പ്രവാചകനും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർക്കൊരു നിലപാടിന്റെ വിഷയത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ, പിന്നീട് ആ വിഷയത്തിൽ ഒരു വിശ്വാസിയായ പുരുഷനോ സ്ത്രീക്കോ സ്വന്തമായ മറിച്ചൊരു നിലപാടുണ്ടാകുവാൻ പാടില്ലാത്തതാണ്. വമൻ യഅസില്ലാഹ വറസൂലഹു, ആരെങ്കിലും അല്ലാഹുവിനെയും അവന്റെ ദൂതനെയും ധിക്കരിക്കുന്നുവെങ്കിൽ ഫഖദ് വല്ല വലാലൻ മുബീന, അവൻ വ്യക്തമായ വഴികേടിൽ അകപ്പെട്ടു പോയ തന്നെ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. നമ്മുടെ ജീവിതം കൊണ്ട്, കർമ്മം കൊണ്ട്, വാക്കുകൾ കൊണ്ട് ഈ ഒരു നിലപാടിലേക്ക് കയറി നിൽക്കുകയും അതിന്റെ തേട്ടമെന്നോണം നമ്മുടെ സ്വന്തം ജീവനേക്കാളും നമ്മൾ പ്രിയപ്പെട്ടതെന്ന് കരുതുന്ന സകല വസ്തുക്കളെക്കാളും അല്ലാഹുവിന്റെ പ്രവാചകനെ സ്നേഹിക്കുവാനും കഴിയുമ്പോൾ മാത്രമാണോ നമ്മൾ യഥാർത്ഥ വിശ്വാസികളായിട്ട് മാറുന്നതും ഞാൻ മുസ്ലിമാണോ, ഞാൻ വിശ്വാസിയാണ്, മുഅ്മിനാണ് എന്ന് പറയുന്ന ആ പ്രഖ്യാപനത്തോട് നീതി പുലർത്തുന്നവരായിട്ട് മാറുകയും ചെയ്യുന്നതും. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വഹാബത്ത് വന്നിച്ച് ഒരു യാത്രയിലായിരിക്കെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ചുകൊണ്ട് പ്രവാചകൻ നടക്കുകയാണ്. ആ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രവാചകനോട് പറയുന്നുണ്ട്, വല്ലാഹി അൻത യാ റസൂലല്ലാഹ് അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ഷൈഇൻ ഇല്ലാ മിൻ നഫ്സി. അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് എന്റെ ജീവൻ മാറ്റി നിർത്തിയാൽ, എന്റെ ശരീരം മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള സകല കാര്യങ്ങളെക്കാളും എനിക്ക് പ്രിയപ്പെട്ടത് താങ്കളാണ്. അല്ലാഹുവിന്റെ റസൂൽ അതിന് കൊടുത്ത മറുപടി, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ നഫ്സിഹി. ഓരേ ഉമറേ, നിന്റെ ജീവനേക്കാളും നിനക്ക് ഞാൻ പ്രിയപ്പെട്ടവനാകുന്നത് വരെ, നിനക്ക് ഇഷ്ടം എന്നോടാകുന്നത് വരെ ഒരാളും, അല്ലെങ്കിൽ നീ അടക്കം ഒരാളും വിശ്വാസിയാകുവാൻ പോകുന്നില്ല എന്നാണ്. ആ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്പനേരം ചിന്തിച്ചുകൊണ്ട് മറുപടി പറയുകയാണ്, ഫഅൻതൽ ആന വല്ലാഹി അഹബ്ബു ഇലയ്യ മിൻ നഫ്സി. അല്ലാഹുവാണ് സത്യം, അല്ലാഹുവിന്റെ റസൂലേ, എങ്കിൽ എനിക്ക് എന്റെ ജീവനേക്കാളും പ്രിയപ്പെട്ടവൻ, വേണ്ടപ്പെട്ടവൻ അങ്ങാണ്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അൽ ആന യാ ഉമർ, എങ്കിൽ ശരി ഉമർ,
ഇപ്പോഴാണ് ഉമർ നീ യഥാർത്ഥ വിശ്വാസിയായത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിച്ചു നോക്കുക, ആ സ്വഹാബത്തിനെ പോലെ സ്വന്തം ജീവനേക്കാൾ, സ്വന്തം ജീവിതത്തെക്കാൾ, സ്വന്തം വേണ്ടപ്പെട്ടവരെക്കാൾ അള്ളാഹുവിന്റെ പ്രവാചകനെ സ്നേഹിക്കുവാനും പ്രവാചകന്റെ കൽപ്പനകൾക്ക് ജീവിതത്തിൽ പ്രാമുഖ്യം കൽപ്പിക്കുവാനും എനിക്കും നിങ്ങൾക്കും കഴിയാറുണ്ടോ? പ്രസംഗിക്കുവാൻ വളരെ എളുപ്പമുള്ള വിഷയമാണിത്. പക്ഷേ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരുന്നിടത്താണോ ഞാനും നിങ്ങളുമൊക്കെ പരാജയപ്പെടുന്നത്? അല്ലാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹത്തെ സംബന്ധിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ പൊതുവെ സ്നേഹം എന്നതിനെ സംബന്ധിച്ച് വിശദീകരിക്കുമ്പോൾ 2 രൂപത്തിലുള്ള സ്നേഹങ്ങളുണ്ട് എന്ന് പറയാറുണ്ട്. അതിൽ ഒന്നാമത്തത് ഹുബ്ബു ആതിഫിയാണ്. ഹുബ്ബു ആതിഫി എന്ന് പറഞ്ഞാൽ സഹജ സ്നേഹമാണ്. പ്രകൃതിപരമായിട്ടുള്ള ഒരു മനുഷ്യനിലുണ്ടാകുന്ന സ്നേഹമാണ്. ഒരു പിതാവ് അല്ലെങ്കിൽ ഒരു മാതാവ് തന്റെ മകനെ, തന്റെ മകളെ സ്നേഹിക്കുന്നത് പ്രകൃതിയിൽ വിലീനമായിട്ടുള്ള, പ്രകൃതിപരമായിട്ട് അയാളിൽ നിക്ഷിപ്തമായിട്ടുള്ള സ്നേഹമാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ മക്കളെ, നമ്മുടെ സഹോദരി സഹോദരന്മാരെ സ്നേഹിക്കാറുണ്ട്. നമ്മുടെ മക്കൾ ഒരു വേള ധിക്കാരികളായി, സത്യനിഷേധികളായിട്ട് മാറിയാലും നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ പറിച്ചു മാറ്റാനാകാത്ത ഒരു സ്നേഹം അവരുമായി ഉണ്ടായിരിക്കും. അത് ഹുബ്ബു ആതിഫിയാൻ, പ്രകൃതി സഹജമായ അല്ലെങ്കിൽ സഹജ സ്നേഹം എന്ന് വിശേഷിപ്പിക്കാവുന്ന കാര്യമാണത്. അത് നമ്മിൽ നിന്ന് പറിച്ചു മാറ്റാൻ കഴിയാത്ത ഒന്നാണ്. എന്നാൽ മറ്റൊരു തരത്തിലുള്ള സ്നേഹം കൂടുകയുണ്ട്. അത് ഹുബ്ബു ആതിഫി എന്നാണ് അറിയുന്നതെന്നോ പേര് പറയാറുള്ളത്. ഹുബ്ബു അഖ്ലി എന്നാണ്. ഹുബ്ബു അഖ്ലി എന്ന് പറഞ്ഞാൽ അത് യുക്തിസിദ്ധമായ സ്നേഹമാണ്. യുക്തിപരമായി കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന സ്നേഹമാണ്. ആദർശാധിഷ്ഠിതമായ സ്നേഹമെല്ലാം ഈ പറയുന്ന ഗണത്തിലാണ് വന്നുപെടുക. ഉദാഹരണമായിട്ട്, നമ്മുടെ എതിരാളിയായ, ശത്രുവായ ഒരു മനുഷ്യനുണ്ട് എന്ന് സങ്കല്പിക്കുക. അതേസമയം ആ മനുഷ്യന് നല്ല സമർത്ഥനായ, മിടുക്കനായ ഒരു മകനുമുണ്ട് എന്ന് വെക്കുക. ആ മിടുക്കനായ മകനോട്, നമ്മുടെ എതിരാളിയുടെ ശത്രുവിന്റെ മകനാണെങ്കിലും ആ കുട്ടിയോട് നമുക്ക് ഒരു സ്നേഹമുണ്ടാകും. കാരണം അവന്റെ സാമർത്ഥ്യം, അവന്റെ വിജ്ഞാനം, അതുപോലെ തന്നെ അവന്റെ പ്രബുദ്ധതയെല്ലാം കണ്ടുകൊണ്ട് അവനെ നമ്മൾ ഉള്ളാലെ സ്നേഹിച്ചു എന്ന് വന്നേക്കാം. അത് യുക്തിസിദ്ധമായ സ്നേഹമാണ്. പ്രകൃതിപരമല്ല, യുക്തിസിദ്ധമായിട്ടുള്ള സ്നേഹമാണ്. ഈ രൂപത്തിലാണ് ആദർശ സഹോദരന്മാർ പരസ്പരം സ്നേഹിക്കേണ്ടത്. ഞാനും നിങ്ങളും തമ്മിൽ ഉണ്ടാകേണ്ടുന്ന ബന്ധം, നമ്മൾ തമ്മിൽ കുടുംബ ബന്ധമില്ലായെങ്കിലും ആദർശത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ബന്ധമുണ്ടോ, ആ നിലക്കുള്ള ഒരു സ്നേഹം നമ്മൾ തമ്മിൽ ഉണ്ടാകേണ്ടതുണ്ട്. അപ്പൊ ഹുബ്ബു ആതിഫി, ഹുബ്ബു അഖ്ലി എന്ന് പറയുന്ന ഈ 2 രൂപത്തിലുള്ള സ്നേഹങ്ങളുണ്ടോ? ഇതിൽ അല്ലാഹുവിന്റെ റസൂലിനോട് നമുക്കുണ്ടാകേണ്ടത് ഹുബ്ബു അഖ്ലിയും അതേസമയം ഹുബ്ബു ആതിഫി എന്ന് പറയുന്ന ആദ്യം പറഞ്ഞ സ്നേഹത്തെയും മറികടക്കുന്ന രൂപത്തിലുള്ള സ്നേഹവുമാണ്. ഇത് രണ്ടിന്റെയും എല്ലാ ചേരുവകളും ഒത്തുചേർന്ന ഒന്നായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകനോടുള്ള സ്നേഹത്തെ മാറ്റിയെടുക്കുവാൻ പ്രിയമുള്ളവരെ നമുക്ക് കഴിയേണ്ടതുണ്ട്. സ്നേഹത്തിന്റെ വൈകാരികതയും അതുപോലെ തന്നെ സമർപ്പണത്തിന്റെ തീക്ഷ്ണതയും ഇത് രണ്ടും ഒത്തുചേർന്നതായിരുന്നു സ്വഹാബത്ത് അല്ലാഹുവിന്റെ പ്രവാചകനെ സ്നേഹിച്ച രൂപം. ആ സ്വഹാബത്തിന്റെ പ്രവാചകനോടുണ്ടായിരുന്ന സ്നേഹം ഒരേ സമയം ഹുബ്ബു അഖ്ലിയും ഹുബ്ബു ആതിഫിയുമായിരുന്നു. അവർ വൈകാരികമായിട്ട് പ്രവാചകനോടുള്ള അവരുടെ സ്നേഹം അല്ലെങ്കിൽ അവരുടെ ബന്ധം മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ഉത്ഭവിച്ച അല്ലെങ്കിൽ വല്ലാത്ത വൈകാരികതയുള്ള ഒരു ബന്ധമായിരുന്നു. അതോടൊപ്പം ആ വൈകാരിക ബന്ധം വൈകാരികമായി അല്ലെങ്കിൽ ചിന്താപരമായ വിചാരപരമായ അവസ്ഥയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ വിചാരപരം കൂടിയായിരുന്നു അവരുടെ വികാരപരമായ സ്നേഹം. വികാരത്തിന്റെ മാത്രമല്ല, വിചാരത്തിന് കൂടി അതിൽ ഇടമുണ്ടായിരുന്നു. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകനെ എന്തെങ്കിലും ചില പ്രത്യേകമായ വിഷയങ്ങളിൽ പ്രത്യേകമായ സമയം വരുമ്പോൾ മാത്രം സ്നേഹിക്കാതെ ആ പ്രവാചകന്റെ കൽപ്പനകൾ ജീവിതത്തിൽ പകർത്തുകയും പ്രവാചകൻ എന്തിനു വേണ്ടിയാണോ എഴുന്നേറ്റ് നിന്നതോ, എന്തിനു വേണ്ടിയാണോ ജീവിച്ചതോ അതിനു വേണ്ടി ജീവിതം സമർപ്പിക്കുകയും ചെയ്യുക എന്ന നിലപാട് കൈക്കൊണ്ടവരായിരുന്നു അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്ത്. ആ പ്രവാചകനെ സ്വന്തം ജീവനേക്കാൾ സ്നേഹിച്ച, പ്രവാചകൻ കൊണ്ടുവന്ന ആദർശത്തെ മാത്രമല്ല, പ്രവാചകന്റെ വ്യക്തിത്വത്തെ മാത്രമല്ല, പ്രവാചകന്റെ ജീവനെയും സ്നേഹിക്കുവാൻ കടപ്പെട്ടവരായിരുന്നല്ലോ സ്വഹാബത്ത്. കാരണം അവർക്കിടയിൽ അല്ലാഹുവിന്റെ റസൂൽ ജീവനോടുകൂടി ഇരിപ്പുണ്ട്. അതുകൊണ്ട് ആ പ്രവാചകന്റെ ജീവൻ ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കുക എന്നതും അല്ലാഹുവിന്റെ പ്രവാചകനോടുള്ള സ്നേഹത്തിന്റെ ഭാഗവും അതുപോലെ തന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആദർശപരമായ താല്പര്യവുമായിരുന്നു. ആ നിലയ്ക്കെല്ലാം അല്ലാഹുവിന്റെ പ്രവാചകനെ സംരക്ഷിച്ചവർ, പ്രവാചകനെ സ്നേഹിച്ചവർ, പ്രവാചകനിൽ വിശ്വസിച്ചവർ, പ്രവാചകനെ പിൻപറ്റിയവർ എല്ലാമായിരുന്നു ആ പ്രവാചകന്റെ സ്വഹാബത്ത്
എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ പ്രവാചകരോടുള്ള സ്നേഹം ഒരു വികാരമായി ഒരാദർശമായി കൊണ്ടു നടന്ന, അക്ഷരത്തിലും അർത്ഥത്തിലും അല്ലാഹുവിന്റെ റസൂലിനെ പിൻപറ്റിയ സുന്നത്തിനെ പിൻപറ്റുന്നവൻ എന്ന് പേരിലറിയപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ ചരിത്രത്തിൽ നമുക്ക് കാണാം. സാധാരണഗതിയിൽ നമ്മൾ അനാവശ്യമെന്ന് മനസ്സിലാക്കിയേക്കാവുന്ന ചില വിഷയങ്ങൾ പോലും, എന്തിനെങ്ങനെ ചെയ്യണമെന്ന് ചിന്തിക്കുന്ന വിഷയങ്ങളിൽ പോലും എന്റെ റസൂൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ എങ്കിൽ ഞാനും അങ്ങനെ ചെയ്യും എന്ന് ചിന്തിച്ച വ്യക്തിത്വമായിരുന്നു മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, അള്ളാഹുവിന്റെ പ്രവാചകൻ എന്തെങ്കിലും ആവശ്യത്തിന് ഒരു വഴിയിലൂടെ പോയിട്ടുണ്ട് എങ്കിൽ ആ വഴിയിൽ നിന്ന് അകലെയെങ്ങാനും വല്ല മരത്തണലുമുണ്ട് എങ്കിൽ വിശ്രമിക്കുവാൻ വേണ്ടി അള്ളാഹുവിന്റെ പ്രവാചകൻ ആ മരത്തണലിലേക്ക് പോയിട്ടുണ്ട് എങ്കിൽ പിന്നീട് ഏതോ കാലത്ത് അതേ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ വിശ്രമിക്കേണ്ട ആവശ്യമില്ല എങ്കിലും എന്റെ പ്രവാചകനെ പിന്തുടരുക, പ്രവാചകൻ നടന്നതുപോലെ നടക്കുക എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആ മരത്തണലിൽ ചെന്നുകൊണ്ട് തണൽ കൊള്ളുകയും വിശ്രമിക്കുകയും ചെയ്ത ചരിത്രം നമുക്ക് കാണുവാൻ സാധിക്കും. പ്രവാചകൻ സ്ഥിരമായിട്ട് നടന്നു പോകുന്ന ഒരു ഇടവഴി, ആ ഇടവഴിയിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഒരു മരമുണ്ടായിരുന്നു. ആ മരത്തിന്റെ തടിയിൽ തന്റെ തല തട്ടാതിരിക്കുവാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ എത്തുമ്പോൾ ഒരൽപ്പം കുനിഞ്ഞുകൊണ്ടാണ് നടന്നുപോയിരുന്നത്. പിൽക്കാലത്ത് ആ മരമെല്ലാം അവിടെ നിന്ന് മുറിച്ചു മാറ്റപ്പെട്ടു. പക്ഷേ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പിന്നീടും ആ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ആ മരമുണ്ടായിരുന്ന സ്ഥലത്തെത്തുമ്പോൾ അല്പം കുനിഞ്ഞുകൊണ്ടായിരുന്നവത്രേ നടന്നു പോയിരുന്നത്. ചോദിച്ചാൽ പറയും, എന്റെ റസൂൽ ഇവിടെ എത്തുമ്പോൾ ഇങ്ങനെയാണ് നടന്നു പോയിരുന്നത് എന്നു. യഥാർത്ഥത്തിൽ ഇസ്ലാമിക ശരീഅത്തിൽ അങ്ങനെ ഒരു നിയമമില്ല. പക്ഷേ ആ പ്രവാചകരോടുള്ള സ്നേഹം വൈകാര്യം കൂടിയായി മാറിയപ്പോൾ ഇങ്ങനെയായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അതിനെ പിന്തുടർന്നത്, അല്ലെങ്കിൽ അതിനെ സമീപിച്ചത്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കൽ മാലിന്യം നിറഞ്ഞ ഒരു വഴിയിലും ഒരിടത്ത് അള്ളാഹുവിന്റെ പ്രവാചകന് മൂത്രമൊഴിക്കേണ്ടി വന്നു. ആ സമയത്ത് അവിടെ ഇരുന്ന് മൂത്രമൊഴിച്ചാൽ തന്റെ ശരീരത്തിലേക്കും വസ്ത്രത്തിലേക്കും ആ മൂത്രത്തിന്റെ തുള്ളികൾ തെറിച്ചേക്കാം എന്ന് പേടിച്ച പ്രവാചകൻ അവിടെ നിന്നുകൊണ്ടാണ് മൂത്രമൊഴിച്ചത്. മൂത്രമൊഴിക്കേണ്ടതിന്റെ മര്യാദ ഇരുന്ന് മൂത്രമൊഴിക്കണമെന്നാണ്. പക്ഷേ അവിടെ ആ മാലിന്യം തന്റെ ശരീരത്തിലേക്കാകുമോ എന്ന് ഭയപ്പെട്ട അള്ളാഹുവിന്റെ പ്രവാചകൻ നിന്ന് മൂത്രമൊഴിക്കുകയാണ്. പിന്നീട് ഒരിക്കൽ അവിടെ മാലിന്യം ഇല്ലാതിരുന്ന ഘട്ടത്തിലും അവിടെ മൂത്രമൊഴിക്കേണ്ടുന്ന സമയപദ്ധതികൾ ആവശ്യം വന്നപ്പോ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവിടെ ചെന്ന് നിന്ന് മൂത്രമൊഴിച്ച ചരിത്രവും നമുക്ക് കാണുവാൻ സാധിക്കും. ഈ രൂപത്തിൽ വരെ അള്ളാഹുവിന്റെ പ്രവാചകനെ സ്നേഹിച്ച സഹാബിമാരെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുപോലെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവനെയും അവിടുത്തെ സുന്നത്തിനെയും സ്നേഹിച്ച, അവയെ സ്വന്തം ജീവനേക്കാൾ പരിഗണിച്ച സഹാബത്തിനെ ഉഹുദ് യുദ്ധത്തിന്റെ രണാങ്കണത്തിലോ അങ്ങനെയുള്ള ഒരുപാട് സന്ദർഭങ്ങൾ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി പ്രവാചകന് നേരെ ചീറിപ്പാഞ്ഞു വരുന്ന ശത്രുക്കളുടെ അമ്പുകളെ സ്വന്തം ശരീരം പ്രവാചകൻ ഒരു കവചമാക്കി ഉപയോഗപ്പെടുത്തിക്കൊണ്ടോ പ്രവാചകന്റെ ചുറ്റും മനുഷ്യമതിൽ തീർത്തുകൊണ്ടോ പ്രവാചകനെ സംരക്ഷിച്ച സ്വഹാബത്തിനെ ശത്രുക്കളുടെ വെട്ടുകളെയും കുത്തുകളെയും അതുപോലെ തന്നെ അമ്പുകളെയും എല്ലാം സ്വന്തം മുതുകുകൾ കൊണ്ട് തടുത്ത സ്വഹാബത്തിനെ നമുക്ക് കാണാം. ഉഹുദ് രണാങ്കണത്തിലോ വിശ്വാസികൾ പതറിപ്പോയ ഒരു ഘട്ടത്തിലോ ശത്രുക്കൾ പ്രവാചകനെ വളഞ്ഞ വേളയിലോ 10ഓളം വരുന്ന അല്ലെങ്കിൽ 12ഓളം വരുന്ന സഹാബത്ത് ആ പ്രവാചകനെ വലയം ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇന്നും നമുക്ക് കാണാവുന്ന ഉഹുദ് മലയിൽ അല്പം ഉയരത്തിലായിട്ട് നിലകൊള്ളുന്ന ഒരു ഗുഹയുണ്ടോ, ആ ഗുഹയിലേക്ക് അള്ളാഹുവിന്റെ പ്രവാചകനെ ഇരുവശത്തും രണ്ട് മനുഷ്യ മതിൽ തീർന്നുകൊണ്ടോ സഹാബത്ത് അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ആ കൊണ്ടുപോകുന്നതിനിടയിലാണോ അവരുടെ കൂട്ടത്തിൽ 7ഓളം വരുന്ന സഹാബത്ത് രക്തസാക്ഷികളായിട്ട് വീഴുന്നത്. സ്വന്തം ജീവൻ പോലും അവഗണിച്ച് ഇങ്ങനെയൊക്കെയാണ് പ്രിയമുള്ളവരെ നമ്മുടെ മുൻഗാമികളായ അള്ളാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്ത് ആ പ്രവാചകനോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതേ ഉഹുദ് രണാങ്കണത്തിലോ വിശ്വാസികൾ പരാജയപ്പെട്ടിരിക്കുന്നു, അവർക്ക് അപകടം സംഭവിച്ചിരിക്കുന്നു എന്ന വാർത്ത പരക്കുകയും അള്ളാഹുവിന്റെ പ്രവാചകൻ കൊല്ലപ്പെട്ടു എന്ന ഒരു കിംവദന്തി മദീനയിലടക്കം വ്യാപിക്കുകയും ചെയ്തപ്പോ മദീനയിലുണ്ടായിരുന്ന അൻസാറുകളുടെ കൂട്ടത്തിൽപ്പെട്ട ബനൂ ദീനാർ കുടുംബത്തിൽപ്പെട്ട ഒരു പെണ്ണോ ഒരു സ്ത്രീ വെപ്രാളപ്പെട്ടുകൊണ്ട് പുറത്തിറങ്ങുകയാണ്. എന്റെ റസൂലിന് എന്ത് പറ്റി, എന്റെ റസൂലിന് എന്ത് പറ്റി? അവർ ഉഹുദിന്റെ നേരെ ഓടിയെടുക്കുകയാണ്. എന്നിട്ട് വഴിയിൽ കാണുന്നവരോടെല്ലാം ചോദിക്കുന്നുണ്ടോ അള്ളാഹുവിന്റെ പ്രവാചകന്റെ അവസ്ഥ എന്താണ്? അതിനിടയിൽ ആരോ അവരോട് പറയുന്നുണ്ടോ അങ്ങയുടെ ഭർത്താവ് ഉഹുദ് യുദ്ധത്തിൽ രക്തസാക്ഷിയായിരിക്കുന്നു എന്നോ. പക്ഷേ ആ സ്ത്രീ പതറുന്നില്ല. അവർ മുന്നോട്ട് തന്നെ പോവുകയാണ്. പ്രവാചകന്റെ വിവരമാണ് അവർക്കറിയേണ്ടത്. അല്പം കൂടി കഴിഞ്ഞപ്പോൾ അവരറിയുന്നതോ അവരുടെ പിതാവും രക്തസാക്ഷിയായിട്ടുണ്ട് ഉഹുദ് യുദ്ധത്തിൽ എന്നാണ്. ആ സമയത്തും പതറാതെ ആ സ്ത്രീ ചോദിക്കുന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ എന്ത് പറ്റി എന്നാണ്.
അള്ളാഹുവിന്റെ പ്രവാചകൻ എന്ത് ചെയ്യുന്നു എന്നാണ്. അങ്ങനെ അള്ളാഹുവിന്റെ പ്രവാചകൻ ജീവിച്ചിരിപ്പുണ്ടോ, പ്രവാചകന് ചെറിയ പരിക്കുകളില്ലാതെ മറ്റൊന്നും സംഭവിച്ചിട്ടില്ല എന്ന വിവരം അറിഞ്ഞപ്പോഴും അവർ പറയുന്നത് എന്റെ കണ്ണുകൾ കൊണ്ട് ആ പ്രവാചകനെ എനിക്കൊന്ന് നോക്കിക്കാണേണ്ടതുണ്ട് എന്നാണ്. അവസാനം പ്രവാചകന്റെ കണ്ണു നിറയെ കണ്ടതിന് ശേഷം ആ സ്ത്രീ പറഞ്ഞ ഒരു വർത്തമാനമുണ്ട്, എന്റെ ഭർത്താവ് എന്റെ പിതാവ് ഈ യുദ്ധത്തിൽ രക്തസാക്ഷികളായി എന്നത് ശരിയാണ്. പക്ഷേ അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് ജീവനോടുകൂടി ഇരിക്കെ കുല്ലു മുസീബത്തിൻ ബഅദക ജലൽ, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് ജീവിച്ചിരിക്കെ എന്നെ ബാധിച്ച മുഴുവൻ വിപത്തുകളും അങ്ങേയറ്റം നിസ്സാരമാണ്. ഇങ്ങനെയാണ് പ്രിയമുള്ളവരെ ആ സ്വഹാബത്തിന്റെ കൂട്ടത്തിലെ സ്ത്രീകളും പുരുഷന്മാരും അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചതോ. ചരിത്രം എത്രയും വിശദീകരിക്കുവാൻ ഇവിടെ സന്ദർഭമില്ലാത്തത് കൊണ്ടോ ഞാൻ ഒഴിവാക്കുകയാണ്. നമ്മളൊക്കെ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ ഉൾക്കൊള്ളുന്ന ചരിത്രം എന്ന നിലക്കോ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. ആ ഉഹുദ് രണാങ്കണം യുദ്ധം പൂർത്തിയായ സന്ദർഭത്തിലോ വിശ്വാസികൾക്ക് പരിക്ക് പറ്റിയ അല്ലെങ്കിൽ അവർ പരാജയപ്പെട്ടു എന്ന് പറയാവുന്ന ഒരവസ്ഥയിലാണല്ലോ ഉഹുദ് യുദ്ധം സമാപിച്ചത്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് ഇബ്നു സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അല്ലയോ സെയ്ദ്, താങ്കൾ ചെന്നുകൊണ്ട് രക്തസാക്ഷികൾക്കിടയിലോ സഅദ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹുവിനെ അന്വേഷിക്കുക. ഉഹുദിൽ രക്തസാക്ഷികളായ വിശ്വാസികൾക്കിടയിലോ സഅദ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു ഉണ്ടോ എന്നോ താങ്കളൊന്ന് പോയി അന്വേഷിക്കുക. എന്നിട്ട് മാത്രമല്ല പ്രവാചകൻ പറഞ്ഞു, താങ്കൾ അവർക്കിടയിൽ ഫൈൻ അദ്റക്തഹു ഫഖറഹു മിന്നി അസ്സലാം, ആ രക്തസാക്ഷികൾക്കിടയിലോ വെട്ടേറ്റ് വീണ രക്തസാക്ഷികൾക്കിടയിലോ ജീവനോടുകൂടി സഅദ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു കിടക്കുന്നതെങ്ങാനും താങ്കൾ കാണുകയാണ് എങ്കിൽ ഫഖറഹു മിന്നി അസ്സലാം, എന്നിൽ നിന്നുള്ള സലാം നിനക്കുണ്ട് എന്നോ സഅദ് ഇബ്നു റബീഅയോട് താങ്കൾ പറയണം. എന്ന് മാത്രമല്ല ഇത്ര കൂടി താങ്കൾ പറയേണ്ടതുണ്ടോ, യഖൂലു ലക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈഫ തജിദുക, അല്ലാഹുവിന്റെ റസൂൽ താങ്കളോട് ചോദിക്കുന്നുണ്ടോ, അല്ലയോ സഅദ്, താങ്കൾ ഇപ്പോൾ ഏതൊരവസ്ഥയിലാണ്, താങ്കൾ ഇപ്പോൾ എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ താങ്കളോട് ചോദിച്ചിട്ടുണ്ടോ. അങ്ങനെ സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പോവുകയാണ്. സഅദ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു അവസാന ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് അദ്ദേഹം അവിടെ എത്തിപ്പെടുന്നത്. അവിടെ ചെന്നുകൊണ്ട് പറഞ്ഞു വഅലാ റസൂലില്ലാഹി വഅലൈക, ചെന്നുകൊണ്ട് സഅദ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ സലാം പറഞ്ഞപ്പോ ഈ വെട്ടേറ്റ് കിടക്കുന്ന സഅദ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു സലാം അടക്കുകയാണ്. വഅലാ റസൂലില്ലാഹി വഅലൈക സലാം, അങ്ങേക്കും അല്ലാഹുവിന്റെ റസൂലിനും എന്റെ സലാം. എന്നിട്ട് പറയുകയാണ് വഖുല്ലഹു ഇന്നി വല്ലാഹി ലഅജിദു റിഹൽ ജന്ന, അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു എന്ന് താങ്കൾ പറഞ്ഞല്ലോ, അഥവാ സഅദേ, നീ ഇപ്പോൾ എന്താണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നോ അല്ലാഹുവിന്റെ റസൂലിനോട് ഞാൻ പറഞ്ഞതായിട്ട് താങ്കൾ ചെന്ന് പറയണം, ഇന്നി വല്ലാഹി ലഅജിദു റിഹൽ ജന്ന, അല്ലാഹുവാണ് സത്യം, ഞാനിപ്പോൾ സ്വർഗ്ഗത്തിന്റെ പരിമളം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് ഞാൻ പറഞ്ഞതായി താങ്കൾ അല്ലാഹുവിന്റെ റസൂലിന് വിവരം കൊടുക്കണം. അതോടൊപ്പം സഅദ് റളിയല്ലാഹു അൻഹു മറ്റൊരു കാര്യം കൂടി സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിക്കുകയാണ്. യാ സെയ്ദ് ബല്ലിഅ ഖൗമി മിനൽ അൻസാരി അസ്സലാം, അല്ലയോ സെയ്ദേ, അൻസാറുകളായ എന്റെ അനുചരന്മാരോട് എന്റെ സംഘത്തോട് താങ്കൾ എന്റെ സലാം പറയണം. വഖുല്ലഹും, അതോടൊപ്പം ഗൗരവകരമായ ഒരു കാര്യം കൂടി താങ്കൾ പറയേണ്ടതുണ്ടോ, ലാ ഉദറ ലക്കും ഇൻദല്ലാഹി ഇൻ ഖുലിസ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്റൂഹൻ വഫീകും ഐനുൻ തത്രി, നിങ്ങളുടെ കണ്ണിമ വെട്ടുന്ന ആരോഗ്യമെങ്കിലും ജീവന്റെ ഒരംശമെങ്കിലും നിങ്ങളിൽ അവശേഷിക്കുകയും എന്നിട്ട് നിങ്ങൾ ഇവിടെ ആ അവസ്ഥയിലെങ്കിലും ജീവിച്ചിരിക്കെ അള്ളാഹുവിന്റെ പ്രവാചകന് വല്ലതും സംഭവിക്കുകയും ചെയ്താൽ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ അടുക്കലോ ഒരു ഒഴുകഴിവും പറയുവാൻ പിന്നെ നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന് ഞാൻ പറഞ്ഞതായിട്ടോ എന്റെ അനുജന്മാരോടങ്ങ് വിവരം പറയണം എന്നുകൂടി സഅദ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ ചുമതലപ്പെടുത്തുകയാണ്. ലാ ഉദറ ലക്കും ഇൻദ إن خلص إلى رسول الله صلى الله عليه وسلم മക്റൂഹുൻ വഫീകും ഐനുൻ തത്രിഫ്, വളരെ ഗൗരവതരമായ ഒരു വർത്തമാനമാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ജീവനോടുകൂടി ആരോഗ്യത്തോടുകൂടി ഒരു രാജ്യത്തോ ഒരു പ്രദേശത്ത് ജീവിച്ചുകൊണ്ടിരിക്കെ ഇസ്ലാമിനും അതുപോലെ തന്നെ ഇന്നിപ്പോൾ നമ്മുടെ മുമ്പിൽ ജീവനോടുകൂടി നിലവിലില്ല എങ്കിലും ജീവിക്കുന്ന ഒരു മനുഷ്യന് കണക്കെ ഒരു പ്രമാണമായിട്ട് പ്രവാചകന്റെ സുന്നത്ത് നമ്മുടെ മുമ്പിൽ നിലനിൽക്കെ ആ സുന്നത്തിന് ആരെങ്കിലും പരിക്കേൽപ്പിക്കുന്നുവെങ്കിൽ അതുപോലെ തന്നെ
തന്നെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ വ്യക്തിത്വത്തെ താറടിക്കുന്നുവെങ്കിൽ, പ്രവാചകനെ അവഹേളിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്നുവെങ്കിൽ, മനുഷ്യത്വത്തിന്റെയും മനുഷ്യ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും വിട്ടുവീഴ്ചയുടെയും എല്ലാം വ്യക്തിത്വമായിരുന്ന ആ പ്രവാചകനെ യുദ്ധക്കൊതിയനായിക്കൊണ്ടോ സ്ത്രീലമ്പടനായിക്കൊണ്ടോ അതുപോലെ തന്നെ രക്തദാഹിയായിക്കൊണ്ടൊക്കെ ചിത്രീകരിക്കുന്നുവെങ്കിലോ, നമ്മൾ ഇവിടെ ജീവിച്ചിരുന്നിട്ടും അതൊക്കെ നടക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ എതിര് പറയുവാൻ, അതിന്റെ മറുവശം ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ ലാ ഉദറലക്കും. പ്രിയമുള്ളവരെ, അന്നത്തെ സ്വഹാബത്തിന്റെ മാത്രമല്ല ഈ കാലഘട്ടത്തിലെ വിശ്വാസികളായ നമുക്കും അള്ളാഹുവിന്റെ അടുക്കൽ പിന്നെ ഒഴികഴിവ് പറയുവാൻ ഒന്നും ഉണ്ടാവുകയില്ല, ഒരു ചാൻസും ലഭിക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകനോടുള്ള സ്നേഹത്തെ റസൂൽ പാടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലോ എങ്ങനെയാണ് പ്രവാചകനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കേണ്ടതോ എന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്റെ വ്യക്തിത്വത്തെ അതിനെ അവഹേളിക്കുന്നവരിൽ നിന്നോ ആ പ്രവാചകനെ ആക്ഷേപിക്കുന്നവരിൽ നിന്നോ പ്രതിരോധിക്കുക എന്നതും, പ്രവാചകന്റെ സുന്നത്തിനെതിരെ വെല്ലുവിളികൾ ഉയരുമ്പോൾ ആ സുന്നത്തിനെ സംരക്ഷിക്കുക എന്നതുമാണ് നമ്മുടെ പ്രവാചക സ്നേഹത്തിന്റെ ഭാഗമായിട്ട് ഒന്നാമതായി ഏറെ പ്രാധാന്യത്തോടുകൂടി നമ്മൾ പരിഗണിക്കേണ്ടുന്ന, നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇതാണ് നമ്മുടെ ഈ കാലഘട്ടത്തിലെ വളരെ വലിയ ബാധ്യത. അഥവാ അള്ളാഹുവിന്റെ പ്രവാചകനോടുള്ള നമ്മുടെ സ്നേഹം ഇന്ന് നമ്മൾ പ്രകടിപ്പിക്കേണ്ടത് ഈ രൂപത്തിലാണ്. പ്രവാചക ചര്യയെ അവഗണിക്കുക, അള്ളാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്തിനെ, ഹദീസിനെ, അതൊന്നും രണ്ടാം പ്രമാണമല്ല. ഇസ്ലാമിൽ അങ്ങനെ ഒരു പ്രമാണമില്ല. ഇസ്ലാമിലെ ഏക പ്രമാണം ഖുർആനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഖുർആൻ മാത്രവാദികൾ രംഗത്ത് വരികയും അതൊരു ഫാഷനായിട്ട് കൊണ്ടു നടക്കുകയും ഹദീസുകളുടെ ചിറ്റമെന്നയം സ്വീകരിക്കുകയോ അല്ലെങ്കിൽ ഹദീസ് തന്നെ വേണ്ട എന്ന് പറയുകയോ ഒക്കെ ചെയ്യുന്ന ആളുകളോ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ സന്ദർഭത്തിലോ അള്ളാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്തോ അത് ഇസ്ലാമിലെ രണ്ടാം പ്രമാണമാണ് എന്നോ പറഞ്ഞുകൊണ്ട് ആളുകൾക്ക് മുമ്പിൽ അത് സമർപ്പിക്കുവാൻ, അതിനെതിരായ വെല്ലുവിളികളെ സദീലം അഭിമുഖീകരിക്കുവാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ടോ. അങ്ങനെ അള്ളാഹുവിന്റെ പ്രവാചകനെ ഈ കാലഘട്ടത്തിൽ സ്നേഹിക്കുവാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ടോ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നാസ്തികരായ, യുക്തിവാദികളായ, ലിബറലിസ്റ്റുകളായ ആളുകൾ അള്ളാഹുവിന്റെ പ്രവാചകനെ 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികൾക്ക് മാത്രം സ്വീകാര്യമായ നിയമം കൊണ്ടുവന്നവരെന്നോ അതുപോലെ തന്നെ സ്ത്രീലമ്പടനെന്നോ യുദ്ധക്കൊതിയിലെന്നോ രക്തക്കൊതിയിലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രവാചകന്റെ മഹിതമായ വ്യക്തിത്വത്തെ കഴിഞ്ഞ കുത്തുബയിൽ നമ്മൾ പറഞ്ഞതുപോലെ ഒരു വിളക്കുമാടൻ കണക്കെ അല്ലെങ്കിൽ കത്തിച്ചൊലിക്കുന്ന ഒരു വിളക്ക് കണക്കെ നമ്മുടെ മുമ്പിൽ നിലകൊള്ളുന്ന അല്ലാഹുവിന്റെ റസൂലിനെ ആ രൂപത്തിൽ ഈ സമൂഹത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുക എന്ന വലിയ ദൗത്യമാണ് പ്രിയമുള്ളവരെ ഈ കാലഘട്ടത്തിലോ പ്രവാചക സ്നേഹത്തിന്റെ ഭാഗമായിട്ട് എനിക്കും നിങ്ങൾക്കും നിർവഹിക്കുവാനുള്ളത്. ഞാൻ ചുരുക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകനോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് രണ്ടാമത് നമ്മൾ നിർവഹിക്കേണ്ടുന്ന മറ്റൊരു കാര്യം പ്രവാചകന്റെ പേര് കേട്ടാൽ സ്വലാത്ത് ചെല്ലുക എന്നാണ്. പേര് കേട്ടാലുമില്ല എങ്കിലും ആ പ്രവാചകന്റെ പേരിൽ ഉള്ള സ്വലാത്ത് ധാരാളമായിട്ട് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. അതിന് അങ്ങേയറ്റത്തെ പ്രതിഫലമാണ് അള്ളാഹു ചെയ്തുകൊണ്ടിരിക്കുന്ന, അള്ളാഹുവിന്റെ മലായിക്കത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കർമ്മം നമുക്കും ചെയ്യുവാൻ സാധിക്കുമെങ്കിൽ അത് അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിലുള്ള സ്വലാത്താണ്. ഇന്നല്ലാഹു വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഖുർആൻ സൂക്തം എപ്പോഴും നമ്മൾ കേൾക്കാറുള്ളതാണ്. അള്ളാഹു ആ പ്രവാചകനെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ആ അള്ളാഹുവിന്റെ മലായികത്തോ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് സത്യവിശ്വാസികളെ, നിങ്ങളും ആ പ്രവാചകന്റെ മേൽ സ്വലാത്തും സ്വലാമും ചൊല്ലുക എന്നാണ് വിശുദ്ധ ഖുർആൻ നിർബന്ധ സ്വരത്തിൽ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ മാത്രമല്ല ആ പ്രവാചകന്റെ മേൽ പ്രത്യേകിച്ചും വെള്ളിയാഴ്ച പോലുള്ള ദിവസങ്ങളിലോ സ്വലാത്തിനെ വർദ്ധിപ്പിക്കണമെന്നോ ഹദീസുകളിൽ വന്നിട്ടുള്ളതാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തികൾ, അതുപോലെ തന്നെ സ്വർഗത്തിൽ പ്രവാചകനോട് ഏറ്റവും അടുത്ത് നിലകൊള്ളുന്നവരോ പ്രവാചകന്റെ മേൽ കൂടുതലായിട്ട് സ്വലാത്ത് ചെല്ലുന്നവരാണ് എന്നൊക്കെ ഹദീസുകളിൽ വന്നിട്ടുണ്ട് എങ്കിൽ ആ ഗണത്തിൽ ഉൾപ്പെടുവാൻ പ്രിയമുള്ളവരെ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. മൂന്നാമതായിട്ട് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് ഈമാനും ഇത്തിബാഉമാണ്. പ്രവാചകനോടുള്ള ഹുബ്ബ് അത് പ്രകടിപ്പിക്കേണ്ടത് ആ പ്രവാചകനിൽ വിശ്വസിക്കേണ്ടവണ്ണം വിശ്വസിച്ചുകൊണ്ടോ ആ പ്രവാചകനെ പിന്തുടരേണ്ടവണ്ണം പിന്തുടർന്നുകൊണ്ടാണ്. ഇങ്ങനെ ഈമാനും ഇത്തിബാഉമില്ലാതെ അല്ലെങ്കിൽ ഇത്വാഅത്തില്ലാതെ അനുസരണമില്ലാതെ പിൻപറ്റലില്ലാതെ വിശ്വാസമില്ലാതെ പ്രവാചകനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ടോ. വിശുദ്ധ ഖുർആൻ അങ്ങനെ
ഇബ്തിദാഇനോട് ഇതാഅത്തിനോട് ചേർത്തുകൊണ്ടാണോ പ്രവാചകരോടുള്ള ഹുബ്ബിനെ സംബന്ധിച്ച് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് പ്രവാചകരോട് ഹുബ്ബുണ്ടോ, പ്രവാചകൻ നിങ്ങൾ ഇത്തിബാ ചെയ്തേ പറ്റൂ, ആ പ്രവാചകൻ നിങ്ങൾ ഇതാഅത്ത് ചെയ്തേ പറ്റൂ. അഥവാ പ്രവാചകനെ അനുസരിക്കുകയും പ്രവാചകനെ അനുധാവനം ചെയ്യുകയും ചെയ്യാതെ പ്രവാചകനോട് സ്നേഹമുണ്ട് എന്ന് പാടി പറഞ്ഞതുകൊണ്ടോ വർഷത്തിൽ പ്രത്യേകമായ ഒരു മാസം വരുമ്പോ ആ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിച്ചതുകൊണ്ടോ പ്രവാചകനെ സ്നേഹിക്കുന്നവരായിട്ട് നമ്മൾ മാറുകയില്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരിക്കൽ മദീന പള്ളിയിൽ ഇരിക്കുമ്പോ അൻസാരിയായ ഒരു സഹാബി അങ്ങോട്ട് കടന്നു വരികയാണ്. എന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു, ഇന്നക ലഅഹബ്ബു ഇലയ്യ മിൻ നഫ്സി വഅഹബ്ബു ഇലയ്യ മിൻ അഹ്ലി. പ്രവാചകനെ, എനിക്ക് എന്റെ ജീവനേക്കാൾ എന്റെ കുടുംബത്തെക്കാൾ ഏറ്റവും പ്രിയപ്പെട്ടവൻ താങ്കളാണ്, ഏറ്റവും പ്രിയപ്പെട്ടവൻ താങ്കളാണ് എന്ന് മാത്രമല്ല വഅഹബ്ബു ഇലയ്യ മിൻ വലദി, എന്റെ സന്താനങ്ങളെക്കാളും അങ്ങാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. അങ്ങനെ ഇരിക്കെ പ്രവാചകനെ, ഞാനൊക്കെ എന്റെ വീട്ടിലായിരിക്കുമ്പോ താങ്കളെ ഓർക്കുകയാണ് എങ്കിൽ ഇവിടെ വന്നോ താങ്കളുടെ ആ സുന്ദരമായ വദനത്തേക്കൊന്ന് നോക്കുന്നത് വരെ, താങ്കളുടെ മുഖത്തേക്കൊന്ന് നോക്കുന്നത് വരെ മനസ്സിനൊരു സമാധാനം ഉണ്ടാകാറില്ല. അതുകൊണ്ട് താങ്കളെ കാണുവാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അങ്ങനെ ഇരിക്കെ ഞാൻ ഓർത്തുപോയി എന്റെ മരണം, അങ്ങയുടെയും മരണം. ഞാൻ മരണപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്താൽ തന്നെയും സ്വർഗത്തിന്റെ ഏതോ താഴെ തട്ടിലായിരിക്കും എനിക്കുള്ള സ്ഥാനം. അങ്ങ് വഫാത്താവുകയും സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്താൽ സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തായിരിക്കുമല്ലോ അല്ലാഹുവിന്റെ റസൂലെ താങ്കൾ ഉണ്ടാവുക. അപ്പൊ ഞാനും അങ്ങും സ്വർഗത്തിൽ പ്രവേശിച്ചാലും അവിടെ വെച്ച് അങ്ങയെ കണ്ടുമുട്ടുവാൻ എനിക്ക് സാധിച്ചു കൊള്ളണമെന്നില്ലല്ലോ. അതിനെ സംബന്ധിച്ച് ആലോചിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വിഷണ്ണനായിരിക്കുന്നത്, ദുഃഖിതനായിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ ആ പ്രവാചക സ്നേഹിയായ ആ സ്വഹാബിയെ ആശ്വസിപ്പിക്കുവാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വാക്കുകളില്ലായിരുന്നു. പ്രവാചകൻ മറുപടി ഒന്നും കൊടുത്തില്ല. ആ വിഷയത്തിലാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസായിലെ 69-ാമത്തെ ആയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ഓതി കേൾപ്പിക്കുന്നു, വമൻ യുതിഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസന ഉലൈക റഫീഖ. വമൻ യുതിഇല്ലാഹ വറസൂൽ, ആരെങ്കിലും അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും സ്നേഹിക്കുന്നുവെങ്കിൽ, അനുസരിക്കുന്നുവെങ്കിൽ, സ്നേഹിക്കുന്നുവെങ്കിൽ എന്നല്ല അനുസരിക്കുന്നുവെങ്കിൽ, ഫഉലൈക, അത്തരം ആളുകൾ, മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം, അല്ലാഹു അനുഗ്രഹിച്ചവരായ, മിനൻ നബിയ്യീൻ, പ്രവാചകന്മാർ, വസ്സുദ്ദീഖീൻ, സുദ്ദീഖുകൾ, വശുഹദാ, രക്തസാക്ഷികൾ, വസ്സാലിഹീൻ, സൽക്കർമ്മികൾ, ഇങ്ങനെയുള്ള ആളുകളോടൊപ്പം സ്വർഗ്ഗത്തിലായിരിക്കും അവരുണ്ടാവുക. വഹസുന ഉലൈക റഫീഖ, എത്ര നല്ല കൂട്ടുകാരാണ് അവർ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പ്രവാചക സ്നേഹത്തിന്റെ വളരെ മഹത്തരമായ ഒരു ഉദാഹരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ആയത്ത് അവതരിക്കുന്നത്. പക്ഷേ ആയത്തിൽ പറയുന്നത് പ്രവാചക സ്നേഹം എന്നല്ല, പ്രവാചകനെ പിൻപറ്റുക, അത്തിയുർ റസൂല എന്ന് പറയുന്ന പ്രയോഗമാണ്. വമൻ യുതിഇർ റസൂൽ, ആരെങ്കിലും അല്ലാഹുവിനെ റസൂലിനെ അനുസരിക്കുന്നുവെങ്കിൽ എന്നാണ് പറയുന്നത്. അഥവാ പ്രവാചകനോടുള്ള സ്നേഹം ആ പ്രവാചകനെ അനുസരിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് പ്രകടിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ പ്രവാചകന്റെ സ്നേഹത്തിന്റെ ഏറ്റവും നല്ല അത് പ്രകടന രൂപം എന്ന് പറയുന്നത് പ്രവാചകന്റെ കൽപ്പനകൾ ജീവിതത്തിലുടനീളം അനുസരിക്കുക എന്നാണോ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ അനുസരണമില്ല എങ്കിൽ കേവലമായ വൈകാരികമായ സ്നേഹങ്ങൾക്കോ പ്രത്യേകിച്ച് ഒരു ഫലവും ഉണ്ടാവുകയില്ല. പ്രവാചകന്റെ പിതൃവ്യനായ അബൂ ത്വാലിബ് ആ പ്രവാചകനെ വല്ലാതെ സ്നേഹിച്ചിട്ടുണ്ടോ? ഒരുപക്ഷെ ഞാനും നിങ്ങളുമൊക്കെ സ്നേഹിക്കുന്നതിനേക്കാളും വലിയ രൂപത്തിൽ പ്രവാചകനെ സ്നേഹിച്ച വ്യക്തിയാണോ പ്രവാചകന്റെ പിതൃവ്യനായിരുന്ന മൂസാപ്പയായിരുന്ന അബൂ ത്വാലിബ്. പക്ഷേ ആ സ്നേഹം അദ്ദേഹത്തിന് ഉപകാരപ്പെട്ടോ? ഇല്ല. അദ്ദേഹം പ്രവാചകനെ വിശ്വസിച്ചിരുന്നില്ല, പ്രവാചകനെ ഇത്തിബാ ചെയ്തിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെയും സ്ഥാനം നരകമാണോ എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇത്തിബാ ഇല്ല എങ്കിൽ, ഇത്വാഅത്തില്ല എങ്കിൽ പിന്നീട് ഹുബ്ബിന് സ്ഥാനമില്ല എന്നതാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ രൂപത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകനെ നമ്മൾ സ്നേഹിക്കുക. അല്ലാഹുവിന്റെ പ്രവാചകനെ സ്നേഹിക്കുന്ന നല്ലവനായ, അങ്ങനെ അല്ലാഹുവിന്റെ പ്രവാചകൻ നമ്മെ സ്നേഹിക്കുന്ന, അല്ലാഹുവിന്റെ ഇഷ്ടം നേടിയെടുക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിന്റെ എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീന മിൻ കുല്ലി ദംബിൻ വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.